മഹാപരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, അങ്ങയുടെ തിരുപ്പിറവിയുടെ സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ സന്ധ്യയെങ്കിൽ ഈ ആരാധന മധ്യ അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. കഴിഞ്ഞൊരു വർഷം മുഴുവനും ഞങ്ങളെ പുലർത്തി അങ്ങയുടെ ദിവ്യ സാന്നിധ്യം ഇന്ന് ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ ഇടങ്ങളിൽ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ദിവ്യമായ ആശിഷമായ മാരി കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. പ്രതികൂല അനുഭവങ്ങൾ ഞങ്ങളെ സംരക്ഷിച്ചതിൻ്റെ കൃപയിൽ പൊതിഞ്ഞോളം ഈ ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളുടെ കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പാടിയ ദൂതഗണങ്ങളോട് ചേർന്ന് നമുക്കും ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കാം. ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ കഷ്ടതയും അപമാനവും വേദനയും സഹിച്ച യോസെഫിന്റെയും കന്യാമറിയുടെയും അനുസരണത്തിനും സമർപ്പണത്തിനുമായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം ബെത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച സംഭവം കാണണം എന്ന് പറഞ്ഞ് ഉണ്ണിയേശുവിനെ കാണുവാൻ പുറപ്പെട്ട ആട്ടിടയന്മാരുടെ വിശ്വാസം ഉൾക്കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പൊന്ന്, മൂര്, കുന്തിരക്കം എന്നിവയുമായി യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തിയ വിദ്വാൻമാരുടെ ആത്മീയ യാത്രയിൽ നമുക്ക് ഈ സന്ധ്യയെങ്കിൽ പങ്കുചേരാം. നമുക്കെല്ലാവർക്കും ചേർന്ന് ഓ കം ഓളി ഫെയ്ത്ത്ഫുൾ എന്ന് ആരംഭിക്കുന്നതായിട്ടുള്ള പാട്ട് ചേർന്ന് പാടാം. God
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നീതിയുടെ രാജ്യം സ്ഥാപിക്കുവാൻ നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചുവല്ലോ. ക്രിസ്മസിന്റെ അർത്ഥവും വെല്ലുവിളിയും ഗ്രഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായി നിന്റെ പുത്രനെ സന്തോഷത്തോടെ കൈക്കൊണ്ട് ഞങ്ങളുടെ ആയുസ്സിനാളെല്ലാം നിന്നെ വിശ്വസ്തയോടെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുവാൻ കൃപയരുളണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞങ്ങളുടെ വായ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും എന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. സ്വയാഭിമാനികളും സ്വാർത്ഥമതികളുമായ മനുഷ്യവർഗത്തിനു വേണ്ടി, മുഴുപ്രപഞ്ചത്തിനു വേണ്ടി, വിമോചനത്തിനു വേണ്ടി മാട്ടിൻ തൊഴുത്തിലേക്ക് ഇറങ്ങി വന്ന സർവ്വലോകത്തിൻ്റെയും സൃഷ്ടിതാവായ പിതാവാം ദൈവമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. പാപത്തിൻ്റെ ആഴത്തിൽ താഴ്ന്നുപോയ മാനവജാതിയുടെ ഉദ്ധാരണത്തിനായി ബെത്ലഹേം മുതൽ ത്യാഗപൂർണമായ ക്രൂശിൻ്റെ മാർഗം സ്വീകരിച്ച ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ പുത്രനാം ദൈവമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. സർവസൃഷ്ടിയും പുതുക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ഞങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ദൈവം തൻ്റെ പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ചപ്പോൾ ദൈവമക്കളെന്ന അവകാശം നമുക്ക് തന്നിരിക്കുന്നു. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും നമ്മുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ നാം വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. ക്രിസ്തുമസിൻ്റെ ആഘോഷത്തിന് വന്നുകൂടിയിരിക്കുന്ന നാം ക്രിസ്മസിൻ്റെ സാരാംശം ഉൾക്കൊണ്ട് ഭയഭക്തിപൂർണമായ ജീവിതം നയിപ്പാൻ തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും നമ്മുടെ ഹൃദയങ്ങളെ വിനയമായി പരിശോധിക്കുകയും ചെയ്യാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്നേഹാർദ്രവാനായ ദൈവമേ, ശരിയേതെന്ന് അറിയാമെങ്കിലും തെറ്റിനെ പുണർന്ന് ജീവിച്ചു പോകുന്ന ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. വചനം ജഡമായി തീർന്ന കർത്താവേ, നിന്നെ കാണേണ്ടതുപോലെ കാണാതെ ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങിയ ഞങ്ങളെ അന്ധതയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ ക്രിസ്മസ് ആരാധനയും ഗാനശുശ്രൂഷയും ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതും യേശു ക്രിസ്തുവിൻ്റെ ഭാവം സ്വന്തമാക്കുന്നതും ക്രിസ്തുവിൽ വളരുന്നതുമായ അനുഭവം ആക്കി തീർക്കണമെന്ന് ഞങ്ങൾ ഏറ്റവും വിനയമായി അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. സർവസൃഷ്ടിക്കും രക്ഷാകരമായ ദൈവകൃപയിൽ ജഡം ധരിച്ച യേശു ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സനായി നമ്മെ വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കട്ടെ. ആമേൻ. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത യേശുവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയരെ, വീണ്ടും ഒരു ക്രിസ്മസ് കാലയളവിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഈ വർഷം ഭവനങ്ങളിലിരുന്ന് ക്രിസ്മസ് കരോളിൽ പങ്കെടുക്കേണ്ടി വരുമെന്ന് കഴിഞ്ഞ വർഷം നമ്മളിൽ ആരും തന്നെ ചിന്തിച്ചിട്ട് ഉണ്ടാകുകയില്ല. കോവിഡ് ബാധിച്ച് ഏകദേശം 17 ലക്ഷം ആളുകൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ഈ 17 ലക്ഷം ആളുകളെ കൊന്നൊടുക്കിയ വൈറസുകളെ തൂക്കി നോക്കിയാൽ അതിൻ്റെ ഭാരം 4.5 കിലോ മാത്രം എന്നാണ്. 2021 ക്രിസ്മസ് എങ്ങനെയാകുമെന്ന് നമുക്ക് അറിയില്ല. എന്നാൽ ഒന്ന് നാം ഓർക്കുക, ഈ മാസ്കും സാനിറ്റൈസറും സോപ്പും ഒന്നുമല്ല നമ്മളെ നിർത്തിയത്. ദൈവത്തിൻ്റെ കരുണ ഒന്ന് മാത്രമാണ്. നിന്റെ വശത്ത് 1000 പേരും
നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. CSI മലബാർ ഡയോസിസിലെ റവറൻ ഷിബു റെജിനോൾഡ് പനച്ചിക്കൽ അച്ഛനാണ് ഇന്ന് നമുക്ക് ഈ മെസ്സേജ് തരുന്നത്. അദ്ദേഹം ഷിക്കാഗോയിൽ തിയോളജി മിഷനിൽ PhD എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ 2020 എക്സ്മസ് മെസ്സേജ് നൽകുന്ന റവറൻ ഷിബു റെജിനോൾഡ് അച്ഛനെ CSI അസെൻഷൻ ചർച്ചിൻ്റെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള പഠനത്തിലും ശുശ്രൂഷയിലും ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാ ഓൺലൈൻ സർവീസുകൾക്കും മുൻകൈ എടുത്തത് നമ്മുടെ അച്ഛൻ തന്നെയാണ്. വർഗീസ് P. ജോസഫ് അച്ഛനെയും ഫാമിലിയെയും ഈ സർവീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനിൽ രാജിൻ്റെയും KP ജോൺ അങ്കിളിൻ്റെയും നേതൃത്വത്തിൽ കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നിട്ട് കൂടി റെഗുലറായി പ്രാക്ടീസ് ചെയ്ത് ഇന്ന് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന എല്ലാ കൊയർ മെമ്പേഴ്സിനെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ജൂനിയർ കൊയർ മെമ്പേഴ്സിനെയും ഈ സർവീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഓൺലൈൻ സർവീസുകൾക്ക് പുറകിൽ അധ്വാനിച്ച കൊയർ യൂത്ത് മെമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്ത ഷാജി കുടുംബത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ഓൺലൈൻ കരോൾ സർവീസിൽ പങ്കെടുക്കുന്ന എല്ലാ സഭാജനങ്ങളെയും സഭാ മെമ്പേഴ്സ് അല്ലാത്തവരെയും ഇത് കേൾക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ള സമയം സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ലാതെ ഈ പ്രോഗ്രാം നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിച്ചുകൊണ്ടും എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ക്രിസ്മസും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു പുതുവർഷവും ആശംസിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. For God so loved the world that he gave his one and only Son, that whoever believes in him shall not perish but have eternal life. Good evening, one and all. Christmas greetings to one and all on this online platform. Today, we are here to commemorate the greatest gift that our Heavenly Father has given us, to celebrate the birth of God's begotten Son, Jesus Christ. It's time to cherish virtues of love, peace, mercy, hope, and faith. As we all know, the whole world has been brought to a standstill by a pandemic and have affected our lives and livelihoods in various ways. The coronavirus crisis doesn't have to mean that Christmas is cancelled for Christians. However, Christmas isn't a celebration or a season. It's a feeling, and the warmth it gives to our souls and minds can never be wiped away. Let us thank the Lord for bringing us together on this platform. Let's spread the cheer and celebrate the coming of a new year with new hopes and prayers. On this special occasion, as we celebrate the birth of Jesus our King, the CSI Ascension Church Choir welcome you to the virtual carol service 2020. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് ആർത്ത് പാടിയ ദേവഗണങ്ങളോടൊപ്പം നമുക്കും ചേർന്ന് പാടാം. എസെൻഷൻ ഗായക സംഘം ഈ ഗാനസന്നിധിയിൽ ഒരിക്കൽ കൂടി ഏവരെയും ക്രിസ്തീയ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം സ്നേഹമാണെന്ന സന്ദേശം തൻ്റെ തിരുജനനത്തിലൂടെ ഭൂമിയിൽ എത്തിച്ചത് യേശുദേവനാണ്. നാം സ്നേഹത്തിലാണ് ഉണ്ടാകപ്പെട്ടിരിക്കുന്നത് എന്ന ഈ മഹത്വ സന്ദേശം ജീവിതത്തിൽ പകർത്തുവാൻ ഈ അവസരം നമുക്ക് ഉപയോഗിക്കാം. സന്തോഷചിത്തരായി നമുക്ക് ഹൃദയതാന്ത്രികൾ മീറ്റി ദേവപുത്രനെ ഓമൽ കുമാരനെ വാഴ്ത്തിപ്പാടാം. ഹല്ലേലൂയ പാടാം, മശിഹാനാഥൻ പിറന്നു എന്ന ഈ മനോഹര ഗാനം രചിച്ചത് ബ്ലെസ്സി സാം, സംഗീതം പകർന്നത് അജിത് സ്റ്റാൻലി.
The first Bible reading. ഒന്നാം പാഠമായി ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 1 മുതൽ 7 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബുലോൻ ദേശത്തിലും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാര്യത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവൻ്റെ വടിയും മിദ്യാൻ്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരിപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ തീക്ക് ഇരയായിത്തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു.
ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിൻ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവനതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. ഇവിടെ ഒന്നാം പാഠം വായിച്ച് അവസാനിക്കുന്നു. The angels are telling the story of a newborn baby boy with joyful music. The good news of glad tidings is spread all over the world. Jesus was born in a manger in Bethlehem to save the mankind and fill the earth with peace and happiness. Let's virtually visit Bethlehem and experience the love of baby Jesus. The next carol is Going to Bethlehem, words and music by J. Althaus. Going to Bethlehem, going to Bethlehem, going to Bethlehem, going to Bethlehem. Going to Bethlehem, see that baby. Going to Bethlehem, see that child. Going to Bethlehem, see that baby. Going to Bethlehem, gonna take a walk. Going to Bethlehem, going to Bethlehem. Going to Bethlehem, see that baby. Going to Bethlehem, see that child. Going to Bethlehem, see that baby. Going to Bethlehem, gonna take a walk. Going to Bethlehem, going to Bethlehem. Look over yonder and see the wise men on a journey, they travel afar. Look over yonder and see the wise men led to Bethlehem by a star. Going to Bethlehem, see that baby. Going to Bethlehem, see that child. Going to Bethlehem, see that baby. Going to Bethlehem, gonna take a walk. Going to Bethlehem, going to Bethlehem. Look over yonder and see the shepherds watching over their flocks by night. Look over yonder and see the shepherds by the light of a star so bright. Going to Bethlehem, see that baby. Going to Bethlehem, see that child. Going to Bethlehem, see that baby. Going to Bethlehem, gonna take a walk. Going to Bethlehem, going to Bethlehem. I'm gonna sing. Sing heavenly melodies when I see that shine. I'm gonna sing. Sing heavenly melodies when I see that shine. I'm gonna shout. Shout, shout, hallelujah when I see that shine. I'm gonna shout. Shout, shout, hallelujah when I see that shine. Oh, going to Bethlehem, see that baby. Going to Bethlehem, see that shine. Going to Bethlehem, see that baby. Going to Bethlehem, gonna take a walk. Bethlehem, going to Bethlehem. Look over yonder and see the angels from the heavens, they come to what? Look over yonder and see the angels singing praise of our baby's birth. Going to Bethlehem, see that baby. Going to Bethlehem, see that child. Going to Bethlehem, see that baby. Going to Bethlehem, gonna take a walk. Bethlehem, going to Bethlehem. Going to Bethlehem, see that baby. Going to Bethlehem, see that child. Going to Bethlehem, see that baby. Going to Bethlehem, gonna take a walk. Bethlehem, going to Bethlehem. Going to Bethlehem, going to Bethlehem, going to Bethlehem to see that child. Going to Bethlehem, going to see that child. The second Bible reading. The second reading for today is taken from the Gospel according to St. Luke, chapter 1, verses 26 to 38. In the 6th month, God sent the angel Gabriel to Nazareth, a town in Galilee, to a virgin pledged to be married to a man named Joseph, a descendant of David. The virgin's name was Mary.
The angel went to her and said, "Greetings, you are highly favored. The Lord is with you." Mary was greatly troubled at his words and wondered what kind of greetings this might be. But the angel said to her, "Do not be afraid, Mary. You have found favor with God. You will be with child and give birth to a son, and you are to give him the name Jesus. He will be great and will be called the Son of the Most High. The Lord God will give him the throne of his father David, and he will reign over the house of Jacob forever. His kingdom will never end." "How will this be?" Mary asked the angel, "since I am a virgin?" The angel answered, "The Holy Spirit will come upon you, and the power of the Most High will overshadow you. So the Holy One to be born will be called the Son of God. Even Elizabeth, your relative, is going to have a child in her old age, and she who was said to be barren is in her 6th month, for nothing is impossible with God." "I am the Lord's servant," Mary answered. "May it be to me as you have said." Then the angel left her. Here ends the second reading. The junior choir presents the next carol, Vanil Oru Divya Ganam Kettu. This song describes the birth of Jesus Christ. The star symbolizes the king born in Bethlehem. Words by Mrs. Pramila Jayaraj. Music by our choir master, Mr. Anil Raj.
The third lesson will be read by Ofni PJ. ഈ വിശുദ്ധ ദിവസം വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെ. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെ. ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കുനിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമും ഒക്കെയും ഭ്രമിച്ചു. ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദിയയിലെ ബെത്ലഹേമിൽ തന്നെ. യഹൂദിയ ദേശത്തെ ബെത്ലഹേമേ, നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മെയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട് നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്ത് മീതെ വന്ന് നിൽക്കുവോണം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ടു വീണു അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെയും തുറന്ന് അവൻ പൊന്നും കുന്തിരുക്കവും മോരും കാഴ്ചവെച്ചു. ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഇവിടെ വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. Christmas carols are incomplete without the Christmas message. The Christmas message will be delivered by a dynamic and a vibrant personality. That's none other than Reverend Shibu Reginald Pananjikal Achan. He is the priest of CSI Malabar Diocese since 2007. He has served as the Diocese General Secretary for 6 years from 2009 to 2015. He was also the Assistant Vicar of CSI Christ Church, Elankolam in Ernakulam district and also the Vicar of CSI Church, Pariperi, Calicut. He completed his MTH in History of Christianity from the Lutheran School of Theology, Chicago in 2017 and is currently pursuing his PhD in Theology of Mission from the Lutheran College of Theology, Chicago, and is also the Vicar of CSI St. John's Church, South Florida. He is also a great singer. He hails from Vaniyangalam in Ottapalam from Palakkad district. He is married to Amrita Kochama, who is a teacher by profession. They are blessed with 2 children, Anvit and Atmika. I kindly request Reverend Shibu Reginald Pananjikal Achan in our midst to enlighten us with your inspiring message. രാത്രി രാത്രി രജതരാത്രി രാജാധിരാജൻ പിറന്ന രാത്രി 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 രജതരാത്രി രാജാധിരാജൻ പിറന്ന രാത്രി ദുഃഖങ്ങളെല്ലാം അകലുന്ന രാത്രി ദുഃഖങ്ങളെല്ലാം അകലുന്ന രാത്രി ദുഃഖിതർക്കാശ്വാസമേകുന്ന രാത്രി നിഹാരശീതളരാത്രി സ്വർഗീയ രാത്രി
രാത്രി രാത്രി രജതരാത്രി രാജാധിരാജൻ പിറന്ന രാത്രി. ഗ്ലോറിയ 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 ഇൻ എക്സെൽസിസ് ഡെയോ. ഗ്ലോറിയ 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 ഇൻ എക്സെൽസിസ് ഡെയോ. Greetings in the precious name of our Lord Jesus Christ. കാക്കനാട് CSI ചർച്ചിലെ എൻ്റെ എല്ലാ സഹവിശ്വാസികൾക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്തുമസ് ആശംസിക്കുന്നു. വളരെ വിദൂരതയിലിരുന്ന് ഇപ്രകാരം നിങ്ങളെ കാണാതെ കാണുവാനും ഈ ക്രിസ്മസ് നാളുകളിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിൻ്റെ പൊന്നുനാമത്തിന് സ്തോത്രമർപ്പിക്കുന്നു. ഇപ്രകാരം ഒരു ഉദ്യമം എന്നെ വരമേൽപ്പിച്ച സ്നേഹവും ബഹുമാനവുമുള്ള എൻ്റെ പ്രിയ കൂട്ടുകാരൻ സഹപാഠി റവറൻ വർഗീസ് പടിയറ ജോസഫ് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. നാട്ടിലായിരിക്കുമ്പോൾ പലപ്പോഴായി കാക്കനാട് ദേവാലയം സന്ദർശിക്കാൻ എനിക്ക് വലിയ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പലരെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുകയും എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷ ആരംഭിക്കാം എന്ന് വിശ്വസിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബൂലിം ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. തമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. The people who walk in darkness will see a great light. Those who live in a dark land, the light will shine on them. Let's bow our heads in prayer. ദൈവമായ കർത്താവേ, നീ നിത്യപ്രകാശമായി ഞങ്ങളോട് കൂടെ ജീവിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. നീ ഇമ്മാനുവേലായി ഞങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ കൂടെയുള്ള ദൈവമാകയാൽ സ്തോത്രം. ഈ ക്രിസ്മസ് നാളുകളിൽ നിന്റെ സന്തോഷവും സമാധാനവും ഏറ്റുവാങ്ങി നിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും തുണയ്ക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇപ്പോൾ അടിയന്റെ വായിലെ വാക്കുകളും നിന്റെ മക്കളുടെ ഹൃദയത്തിലെ ചിന്തകളും അങ്ങേക്ക് ഏറ്റവും പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. വിപരീത സാഹചര്യങ്ങളിലാണ് ഈ വർഷത്തെ ക്രിസ്മസ് നാം സെലിബ്രേറ്റ് ചെയ്യുന്നത്. പാൻഡമിക്കിന്റെ സങ്കീർണതകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. വിവിധങ്ങളായ പരിമിതികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളയുകയും നിരാശരാക്കുകയും ചെയ്യുന്ന വാർത്തകൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ക്രിസ്മസിന്റെ സന്തോഷം ഈ നിരാശകളെയൊക്കെയും അതിജീവിക്കുന്ന ആഘോഷമാണ്. അത് സത്യത്തിന്റെ ആഘോഷമാണ്. പ്രത്യാശയുടെയും രക്ഷയുടെയും ആഘോഷമാണ്. വചനം ജഡം ധരിച്ചതിന്റെ ആഘോഷമാണ്. സത്യവെളിച്ചമായി വചനം ഈ ലോകത്തിൽ വന്നതിന്റെ ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. വിവിധങ്ങളായ വിപരീത സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ടെങ്കിലും അവ എത്രമാത്രം അപഗ്രഥിക്കാമെന്നോ എത്രമാത്രം വിശകലനം ചെയ്യാമെന്നോ എന്നുള്ളതല്ല, മറിച്ച് അവയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ് ഈ ക്രിസ്മസ് നാളുകളിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് പ്രത്യാശയുള്ളവരായി വചനത്തിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അശാന്തിയുടെ മധ്യേ ശാന്തിയുടെ ദൂതാണ് ക്രിസ്മസ്. ഒട്ടേറെ ജീവിത ചുറ്റുപാടുകളെ വരച്ച് കാണിക്കപ്പെടുമ്പോൾ അവയെ കുറിച്ച് മാത്രം ആമുഖമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. സമ്പത്തിനോടുള്ള ആർത്തിയിലും ആഡംബരത്തിലും ഒരു വിഭാഗം ജീവിക്കുമ്പോൾ ജീവൻ നിലനിർത്തുന്നതിനുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ തേടിയുള്ള മറ്റൊരു വിഭാഗത്തിന്റെ നെട്ടോട്ടം ഈ സമൂഹത്തിൽ കാണാം.
മനുഷ്യന്റെ ആവശ്യവും ആർത്തിയും ബലഹീനതകളും ചൂഷണം ചെയ്ത് സ്വന്തം സാമ്രാജ്യം വിപുലമാക്കുന്നതിന് കച്ചവട കണ്ണുകളോടുകൂടി നോക്കുന്ന അന്താരാഷ്ട്ര കുത്തക മുതലാളിമാരും മതസ്ഥാപനങ്ങളും അവയുടെ നേതാക്കന്മാരും ശരിതെറ്റുകൾ തിരിച്ചറിയാൻ കഴിയാതെ നട്ടം തിരിയുന്ന സാധാരണ ജനവുമൊക്കെ ഇന്നിന്റെ നേർക്കാഴ്ചകളായി നമുക്ക് കാണാം. ക്രിസ്തുവിന് മുമ്പ് 8-ാം നൂറ്റാണ്ടിലെ പ്രവാചകർ കണ്ട അതേ ഭരണക്രമങ്ങളും മത ആചാരങ്ങളും സാധാരണ മനുഷ്യരെ ഒരു കൂട്ട് ചെരുപ്പിന് വാങ്ങി ദേശത്തെ കൂടുതൽ കൂടുതൽ അരാജകത്വത്തിലേക്ക് നയിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതികളുമൊക്കെ ഇന്നും അന്നും തുല്യമാണ്. ഇവയ്ക്ക് അവസാനം എവിടെ എന്ന ചോദ്യത്തിന് ദൈവം നൽകുന്ന മറുപടിയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം, പ്രത്യേകിച്ച് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന വചനം നമ്മെ 2 കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നു. ഒന്ന്, ക്രിസ്മസ് ഇസ് എ സെലിബ്രേഷൻ ഫ്രം ദ ഡാർക്ക്നെസ് ടു ലൈറ്റ് എന്നുള്ളത്. അന്ധതയിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള ആഘോഷമാണ് ക്രിസ്തുമസ്. സ്വാർത്ഥമതികളായ രാജാക്കന്മാരും മതനേതാക്കന്മാരും ജനത്തെ തെറ്റായ മാർഗത്തിലൂടെ നയിച്ചതിന്റെ പരിണിത ഫലമായിരുന്നു യെരുശലേമിന്റെ നാശം. യഹൂദജനം സ്വന്തം ദേശം നഷ്ടപ്പെട്ടവരായി ബാബിലോണിലും ഈജിപ്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി ചിതറിപ്പോയതിന് കാരണം കാലാകാലങ്ങളിൽ പ്രവാചകരിലൂടെ ദൈവം നൽകിയ മുന്നറിയിപ്പുകളെ അവഗണിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് മതനേതാക്കന്മാർ ജനത്തെ പഠിപ്പിച്ചത് എന്നുള്ളത് ഒരു സത്യമായി നിലനിൽക്കുമ്പോൾ അത് അനുസരിക്കുകയും അത് ഇഷ്ടമായി തോന്നുകയും ചെയ്ത് ജനം അവരെ പിന്തുടരുന്ന കാഴ്ച കാണുകയാണ്. അതിന് ശിക്ഷയായി ജനത്തിന് വരാൻ പോകുന്ന ദേശത്തിന്റെ നഷ്ടത്തെക്കുറിച്ചും പ്രവാസത്തെക്കുറിച്ചും ഒക്കെ പ്രവാചകന്മാരായ ആമോസും മീഖയും യെശയ്യാവും ഒക്കെ പ്രവചിക്കുന്നു. അതുകൊണ്ട് ഇവിടെ യെശയ്യാവ് പറയുന്ന വാക്കുകൾ തിമിരം, ഇരുട്ട്, അന്ധതമസ്, ഈ പദങ്ങളിലൂടെ ബന്ധനത്തിന്റെ കാഠിന്യമാണ് പ്രവാചകൻ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. BC 587 ദാവീദ് സിംഹാസനത്തിന്റെ അന്ത്യം സംഭവിച്ചു എന്ന് ചരിത്രം പറയുമെങ്കിലും ഇനിയും ദാവീദ് സിംഹാസനത്തിൽ നീതിമാനായ ഒരു രാജാവ് എഴുന്നള്ളി അഭിഷേകം പ്രാപിച്ച് ജനത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുമെന്ന് പ്രവാചകൻ പറയുകയാണ്. ഈ പ്രവചനത്തിന്റെ യാഥാർത്ഥ്യമാണ് യേശുവിന്റെ ജനനം. ക്രിസ്തുവിന്റെ ജനനത്തിലൂടെ ജനഹൃദയങ്ങളിൽ വെളിച്ചമുദിച്ചു. യേശുവിന്റെ ജനന സമയത്ത് വിണ്ണിലുദിച്ച നക്ഷത്രം, മത്തായി 2:2, ആട്ടിടയന്മാരെ ചുറ്റിമിന്നിയ കർത്താവിന്റെ തേജസ്, ലൂക്കോസ് 2:9, ജനഹൃദയങ്ങളെ ഗ്രസിച്ചിരുന്ന അന്ധതയെ മാറ്റുന്നതായിരുന്നു. സത്യമേതാണ് അസത്യമേതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതാണ് സത്യത്തിൽ അന്ധത. വഴി കാണിക്കുന്നവരും അപ്രകാരമായിരുന്നു. അവർ നടത്തുന്ന വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്ന അവസ്ഥയിലായിരുന്നു ജനത. എന്നാൽ ഇതിൽ നിന്നുള്ള വിമോചനമാണ് തിമിരം മാറി കാഴ്ച ലഭിക്കുന്നതിലൂടെ അനുഭവിക്കുന്നത് എന്ന് പ്രവാചകൻ പറയുന്നു. കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നൽകിയ ഉപദേശങ്ങളും ശുശ്രൂഷകളും ഒക്കെ മതനേതാക്കൾ പഠിപ്പിച്ചിരുന്ന അന്ധതയെ അല്ലെങ്കിൽ തെറ്റായ ന്യായപ്രമാണ വ്യാഖ്യാനങ്ങളെ, വെറും ആചാരങ്ങളെ നീക്കി സത്യം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ ക്രിസ്മസ് നാളുകളിൽ നമ്മൾ ചിന്തിക്കുന്നത് സ്വയം ശൂന്യമാക്കി പുൽക്കൂട്ടിൽ ജനിച്ചതിലൂടെയും ക്രൂശ് സ്വീകരിച്ചതിലൂടെയും ക്രിസ്തു ഈ ലോകത്തിൽ യാഥാർത്ഥ്യം എന്താണെന്ന് വെളിവാക്കി. ഞാൻ തന്നെ വഴി എന്ന പ്രസ്താവന ഏവർക്കും അനുകരണീയവും ജീവിത സംതൃപ്തി പകരുന്നതുമാണ്. ഈ സത്യം അംഗീകരിച്ച് ക്രിസ്തു വഴിയിലൂടെ സഞ്ചരിക്കുന്നതാണ് അല്ലെങ്കിൽ സഞ്ചരിക്കുന്നവരാണ് യഥാർത്ഥമായും ദൈവപ്രസാദമുള്ളവർ. അവർക്കാണ് സമാധാനം, അവർക്കാണ് യഥാർത്ഥ ക്രിസ്മസ് എന്നുള്ളതാണ്. Thus the Christmas is a cultural outbreak, a discovery of a web of life, connecting people of all nations, every tribe and caste. എല്ലാവരെയും ഉൾക്കൊള്ളുകയും സത്യവെളിച്ചം ഈ ലോകത്തിലേക്ക് നൽകുകയും ചെയ്യുന്ന സകലരുടെയും അന്ധത മാറ്റി വിജ്ഞാനവും പ്രകാശവും നൽകുന്ന ഒരു മഹത്തരമായ ആഘോഷമാക്കി ക്രിസ്മസിനെ നമുക്ക് ആഘോഷിക്കാം. രണ്ടാമതായി, ക്രിസ്മസ് ഈസ് എ സെലിബ്രേഷൻ ഫ്രം ദ ബോണ്ടേജ് ടു ഫ്രീഡം. അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആഘോഷമാണ് ക്രിസ്മസ്. നമുക്കറിയാം, അടിമ യജമാനന്റെ വിധേയത്വത്തിലാണ് ജീവിക്കുന്നത്. സ്വയം തീരുമാനമെടുക്കുന്നതിനും സ്വയമായി പ്രവർത്തിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതാണല്ലോ അടിമത്തം.
യഹൂദ ജനത്തിന് BC 598 മുതൽ ഭാഗികമായും 587 മുതൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടതാണ് സ്വാതന്ത്ര്യം. ഇതിൽ നിന്നുള്ള മോചനം ദാവീദിന്റെ കുറ്റിയിൽ നിന്നും ജനിച്ച് സിംഹാസനത്തിനാകുന്ന മശിഹായിലൂടെ ലഭിക്കുമെന്ന പ്രത്യാശ യഹൂദന്മാർക്കുണ്ടായിരുന്നു. നമുക്കറിയാം, എന്നാൽ ഇസായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നൊരു കൊമ്പ് ഫലം കായ്ക്കും, യഹോവയുടെ ആത്മാവ് അവനിൽ ആവസിക്കും എന്നുള്ള പ്രവചനമൊക്കെ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന് പറയുമ്പോൾ യേശുവിന്റെ ജനനത്തിന്റെ സദ്വാർത്ത അറിഞ്ഞ ആട്ടിടയന്മാരെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. യഹൂദന്മാരിൽ മതമില്ലാത്തവരായി തള്ളപ്പെട്ട മർദ്ദിത സമൂഹമായിരുന്നു ആട്ടിടയന്മാർ. ദേവാലയം വക ആടുകളെയാണ് അവർ പാലിച്ചിരുന്നതെങ്കിലും ദേവാലയത്തിനകത്തേക്ക് അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ക്രിസ്തുവിന്റെ ജനനവാർത്ത അവർക്ക് സന്തോഷം പകർന്നു. ദേവാലയ വാതിലുകൾ അവർക്കെതിരെ കൊട്ടിയടയ്ക്കപ്പെട്ടിരുന്നപ്പോൾ വാതിലിന്റെ തടസ്സം കൂടാതെ ദൈവത്തെ കണ്ടു വണങ്ങാൻ ദൈവദൂതൻ അവരെ ഇടയാക്കി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ദൈവം അവരെ ഇടയാക്കി എന്നുള്ളതാണ്. അപ്പോൾ ദൈവമഹത്വം എന്തെന്ന് കണ്ടറിഞ്ഞ അവർ സന്തുഷ്ടമാനസരായി. പള്ളിക്കുള്ളിലെ ആചാരങ്ങളിലല്ല ഒതുക്കപ്പെടേണ്ടത് എന്ന് അവർക്ക് മനസ്സിലായി. അവർക്ക് തിരിച്ചറിവുകൾ ലഭിച്ചു. വിശാലമായ ദർശനം ആട്ടിടയന്മാർക്ക് ലഭിച്ചതിലൂടെ സകല അടിമത്തത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യത്തിന്റെ വലിയൊരു സംഗീതമാണ് ദൂതൻ അവരോട് പറഞ്ഞത്. സകല ജനത്തിനും ഉണ്ടാകുവാനൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആട്ടിടയന്മാരുടെ ദർശനം ഞാൻ വായിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ തോന്നിയൊരു കാര്യം, മർദ്ദിതനായ ആട്ടിടയർക്ക് തുല്യമാണ് ഇന്ന് ഡൽഹിയിലെ വെളിപ്രദേശത്ത് നീതിക്ക് വേണ്ടി സമരം ചെയ്യുന്ന കർഷക ജനത. ഈ ക്രിസ്മസ് നാളുകളിൽ അപ്രകാരം ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ആടുകളെ മേയിച്ച് വെളിപ്രദേശത്തിൽ ജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന നീതി നിഷേധിക്കപ്പെട്ട ആട്ടിടയന്മാർക്ക് ദൈവത്തിന്റെ സന്ദേശവും മഹത്വവും തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളത്, ദർശനം തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയായിട്ട് നമ്മൾ കണക്കാക്കണം. നീതി നിഷേധം, അതിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ആഘോഷമായിട്ട് തന്നെ ഈ ക്രിസ്മസിനെ നമുക്ക് കാണാം എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ലോകത്തിന്റെ ഒരു സ്ഥലത്ത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു പുൽത്തൊഴുത്തിൽ ശിശുവായ യേശുവിനെ കിടത്തി എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന മനസ്സിന്റെ ഒരു വെമ്പലുണ്ട്. അത് തിരിച്ചറിയുന്നത് തന്നെയാണ് ഈ ക്രിസ്മസ് നാളുകളിലെ ഏറ്റവും വലിയ നമ്മെ എല്ലാവരെയും ഭരിക്കേണ്ട ഒരു ചിന്ത എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ആ ശിശുവിൽ നിന്നും ഉയർന്നു പൊങ്ങിയ തേജസ് ആകാശത്തിൽ ഒരു നക്ഷത്രമായി. ആദരങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ശബ്ദം ലോകത്തിന്റെ വിവിധ മേഖലകളിൽ മുഴങ്ങിക്കേട്ടു. മാലാഖമാർ എങ്ങനെ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, സർവ്വജനത്തിനും ഉണ്ടാകുവാനൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്നുള്ളതാണ്. We who celebrating Christmas must be mindful of the fact that the peace declared at the first Christmas ought to become a reality in our lives. ആദ്യ ക്രിസ്മസ് ക്രിസ്തു ജനനത്തിന്റെ ആദ്യാനുഭവം നൽകുന്ന പാഠങ്ങൾ വളരെ വലുതാണ്. God calls us to be peacemakers in the conflicting world. Most often than not, the vulnerables become victims of greed and hatred. We must risk ourselves, allow our peace to be disturbed till we find a space for the Prince of Peace amidst the vulnerables and the marginalized, that God may reign and people live in harmony. പ്രിയമുള്ളവരെ, നിലനിന്നിരുന്ന സകലവിധമായ തത്വസംഹിതകളെയും ആചാരാനുഷ്ഠാനങ്ങളെയും സാമൂഹ്യ വ്യവസ്ഥിതികളെയും തച്ചുടച്ചുകൊണ്ടുള്ള ഒരു നവോദയമായിരുന്നില്ലേ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ സംഭവിച്ചത്? അതുകൊണ്ട് അതനുഭവിക്കാൻ ആട്ടിടയന്മാരെ പോലെ, വിദ്വാൻമാരെ പോലെ ക്രിസ്തുവിനെ കാണുക, വണങ്ങുക, സ്വയം അർപ്പിക്കുക, സാക്ഷികളാവുക എന്നുള്ളതാണ്
ക്രിസ്മസിൻ്റെ മഹത്തരമായ സന്ദേശം. 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്മസ് ഈസ് എ സെലിബ്രേഷൻ ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്. ക്രിസ്മസ് ഈസ് എ സെലിബ്രേഷൻ ഫ്രം ബോണ്ടേജ് ടു ഫ്രീഡം. ഈ ചിന്തകളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകലവിധമായ മഹത്വവും പുകഴ്ചയും സ്തുതിയും കാലാവസാനം കൂടാതെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. മഞ്ഞ് പെയ്യുന്ന രാവ്, മാനത്ത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങൾ യേശുവിൻ്റെ വരവിനെ സ്വാഗതം അരുളുന്നു. മഞ്ഞു പെയ്യുന്ന പുലരികൾ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഓർമ്മകൾ ഉണർത്തുന്ന ക്രിസ്മസ് കാലം വന്നെത്തിയിരിക്കുന്നു. ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിൻ്റെ ജനനം ലോകം പാടി സ്തുതിക്കുന്നു. ഒരു സുപ്രഭാതത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്ന ഈ ഗാനം അണിയിച്ചൊരുക്കിയ ഗാനരചയിതാവ് ഡോക്ടർ ശ്രീലത, സംഗീതം പകർന്നത് ആൽബർട്ട് വിജയൻ, ഈണം നൽകിയത് ക്രിസ്റ്റി കുറുവിള തോമസ്.
മശിഹാ കർത്താവായി പിറന്നിതാ ഭൂമിയിൽ. നിങ്ങൾക്കയിന്നിതാ ബേത്ലഹേമിൽ നിങ്ങൾക്കടയാളം ശീലകൾ ചുറ്റിയ പൈതലെ പുൽക്കൂട്ടിൽ ഉള്ളിൽ കാണാം. നിങ്ങൾക്കടയാളം ശീലകൾ ചുറ്റിയ പൈതലെ പുൽക്കൂട്ടിൽ ഉള്ളിൽ കാണാം. ഒരു സുപ്രഭാതത്തെ സ്വാഗതം ചെയ്തുകൊണ്ടാദ്യമായി മാലാഖമാരെന്നു പാടി. ഒരു സുപ്രഭാതത്തെ സ്വാഗതം ചെയ്തുകൊണ്ടാദ്യമായി മാലാഖമാരെന്നു പാടി. ഗീതങ്ങൾ പാടുന്ന മാലാഖമാർ ആട്ടിടയന്മാരെ തേടി വന്നു. ഗീതങ്ങൾ പാടുന്ന മാലാഖമാർ ആട്ടിടയന്മാരെ തേടി വന്നു. ഒരു സുപ്രഭാതത്തെ സ്വാഗതം ചെയ്തുകൊണ്ടാദ്യമായി മാലാഖമാരെന്നു പാടി. ഒരു സുപ്രഭാതത്തെ സ്വാഗതം ചെയ്തുകൊണ്ടാദ്യമായി മാലാഖമാരെന്നു പാടി. The next song sums up what the Christmas story and season is all about. We celebrate the birth of Jesus Christ, who was born in a manger to save us from our sins. What an amazing gift God gave us, because He loved us so much that He was willing to die for us. Let's worship the newborn baby. Enjoy The Last Carol, a song in the air. Words and music by Joel Rani. Night time is falling, shepherds are leaving the sheep, angels come calling, singing the baby to sleep. God in the manger, watching the night, holding the
Our choir secretary, Mr. K.P. John, will now propose the vote of thanks. കർത്താവിൽ പ്രിയരെ, ഈ കരോൾ പ്രോഗ്രാമിൻ്റെ അവസാനമായി നന്ദി രേഖപ്പെടുത്തുക എന്ന ചുമതലയാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. പ്രതീക്ഷയുടെ ഒരു ക്രിസ്മസ് കാലം കൂടെ സമാഗതമായി. ഈ വർഷവും ഒരു കരോൾ ശുശ്രൂഷ നടത്തുവാൻ സാഹചര്യം ഒരുക്കി തന്ന ദൈവത്തിന് ആദ്യമേ തന്നെ താഴ്മയോടും വിനയത്തോടും കൂടെ നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ കരോളിന് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കൊയറിനെ നയിച്ച ജാസ്പർ സുരേഷ് ഇന്ന് നമ്മോടൊപ്പം ഇല്ല എന്നത് വളരെ ദുഃഖത്തോടെ ഓർക്കുന്നു. ഈ കരോൾ ദിനത്തിൽ വചനത്തിൻ്റെ വെളിച്ചം പകർന്നു നൽകുന്നതിനായി നമ്മുടെ അഭ്യർത്ഥനയെ യാതൊരു ഉപേക്ഷയും വിചാരിക്കാതെ ശിരസാവഹിച്ച് ദൂരെയാണെങ്കിലും നൂതന മാധ്യമങ്ങളിലൂടെ അർത്ഥവത്തായ ക്രിസ്തുമസ് സന്ദേശം നൽകി എല്ലാവരെയും സംതൃപ്തരാക്കുകയും ചെയ്ത റവറൻ ഷിബു റെജിനോൾഡ് എന്ന അച്ഛനെ നമ്മുടെ ഇടവക വികാരിയുടെ നാമത്തിലും കമ്മിറ്റി അംഗങ്ങളുടെ നാമത്തിലും കൊയർ അംഗങ്ങൾ എല്ലാവരുടെയും നാമത്തിലുമുള്ള ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഏതൊരു സംരംഭത്തിൻ്റെയും വിജയം നിലനിൽക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള ശരിയായ നിയന്ത്രണമാണ്. ഈ കോവിഡിനെ അതിജീവിച്ച് ഈ കരോൾ ഒരു വൻ വിജയമാക്കി തീർത്ത നമ്മുടെ ഇടവക വികാരി റവറൻ വർഗീസ് ജോസഫ് അച്ഛനോടുള്ള ആത്മാർത്ഥമായ നന്ദിയും സ്നേഹവും എല്ലാ കൊയറങ്ങളുടെ നാമത്തിലും സഭയുടെ നാമത്തിലും എൻ്റെ വ്യക്തിഗത നാമത്തിലും ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം എല്ലാ കമ്മിറ്റി അംഗങ്ങളോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. ഈ കോവിഡ്-19 മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ആധുനിക മാധ്യമങ്ങളിലൂടെ പുതിയ പുതിയ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അഭ്യസിപ്പിക്കുകയും വളരെ ക്ലേശങ്ങൾ സഹിച്ച് ഈ കോവിഡിൽ തളർന്നു തോറ്റുകൊടുക്കാതെ ഈ ശുശ്രൂഷ ഏറ്റവും മനോഹരവും വൻ വിജയവുമാക്കി തീർത്ത നമ്മുടെ കൊയർ മാസ്റ്ററും ഓർഗനിസ്റ്റുമായ ശ്രീ അനിൽ രാജിനോടുള്ള നന്ദിയും സ്നേഹവും ബഹുമാനപ്പെട്ട ഇടവക വികാരിയുടെ നാമത്തിലും എല്ലാ കൊയർ അംഗങ്ങളുടെ നാമത്തിലും എൻ്റെ വ്യക്തിഗത നാമത്തിലും ഞാൻ രേഖപ്പെടുത്തുന്നു. കൂടാതെ ശ്രീ അനിൽ രാജിനൊപ്പം ഈ കരോൾ പ്രോഗ്രാമുകൾ ഓൺലൈനിൽ ജീവസുറ്റതാക്കി വ്യാപകമാക്കുവാൻ കഠിന പ്രയത്നം ചെയ്ത നമ്മുടെ യുവജനങ്ങൾ, പ്രത്യേകിച്ച് ഡാനി സാം, ജിതിൻ, ലിജോ ജെയിംസ് എന്നിവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും സഭയുടെ നാമത്തിലും കൊയർ അംഗങ്ങളുടെ നാമത്തിലുമുള്ള നന്ദി അർപ്പിക്കുന്നു. എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടെങ്കിലും പാടാൻ ആളില്ലെങ്കിൽ എന്ത് കരോളാണ് നടത്തുക? പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ കാലത്തിലും തളർന്നു പോകാതെ കൊയർ മാസ്റ്ററിന്റെ നിർദ്ദേശപ്രകാരം ഭവനങ്ങളിലിരുന്ന് പാട്ടുകൾ പഠിച്ച് റെക്കോർഡ് ചെയ്യുക, പള്ളിയിൽ വന്ന് റെക്കോർഡ് ചെയ്യുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി പങ്കെടുക്കുകയും 2020 ക്രിസ്മസ് കരോളും ഒരു വൻ വിജയമാക്കി തീർക്കുകയും ചെയ്ത എല്ലാ കൊയറംഗങ്ങളോടുമുള്ള ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ജൂനിയർ കൊയറിലുള്ള എല്ലാ അംഗങ്ങളോടുമുള്ള നന്ദിയും ഇടവക വികാരിയുടെ നാമത്തിലും എല്ലാ കമ്മിറ്റി അംഗങ്ങളുടെ നാമത്തിലും സഭാജനങ്ങളുടെ നാമത്തിലും ഞാൻ രേഖപ്പെടുത്തുന്നു. എല്ലാ കാര്യത്തിനും ആദ്യം മുതൽ അവസാനം വരെ ആത്മാർത്ഥമായി സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത ഷാജിയോടും കുടുംബത്തോടുമുള്ള അകമഴിഞ്ഞ നന്ദിയും എല്ലാ കൊയറങ്ങളുടെ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹകരമായ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. Let's all join together to sing the Christmas classic, Silent Night, Holy Night. Oh
Jesus, Lord and I. My dear friends, let this Christmas season enable each one of us to be the light of the world. It's Christmas, a season of joy, love, and peace. Let's forget the pain, hatred, fear, worry, and all the negative things that happened this year, not just for this day, but forever. It's time to move on, forever and a day. God, thank you for all the blessings this year. Peace and love, everyone. Wishing you all a blessed Christmas and a prosperous new year. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നിന്റെ ആത്മാവോടുകൂടിയും നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.